നമസ്കാരം. അർജുന് വേണ്ടി ഈ ട്രെഡ്ജർ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഉമ്മർക്ക് തയ്യാറായപ്പോ ഇവിടെ സംവിധാനങ്ങൾ ആരെ ഏൽപ്പിക്കണം, ഈ സാധനം ആരോടാണ് ഇത് പറയേണ്ടത് എന്നറിയാത്ത രീതിയിലേക്ക് കുറച്ച് കറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് അർജുന്റെ വീട്ടിലേക്ക് എത്തിയത്. അതും പല ആളുകളോട് ചോദിച്ചറിഞ്ഞിട്ടൊക്കെയാണ്. അപ്പൊ അതിന്റെ ഇടയിലുണ്ടായ ഒരു അനുഭവമാണ് ശരിക്ക് ജനങ്ങളോട് പങ്കുവെക്കുന്നത്. കാര്യം ഇത്തരം സംവിധാനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥയിൽ എത്രത്തോളം ലാഗ് ചെയ്തിട്ടാണ് പോകുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംഭവമാണ് ഉമ്മർക്ക് നമ്മളോട് കഷ്ടം പറഞ്ഞത്. ഉമ്മർക്ക് എന്താണ് സംഭവിച്ചത്? നമ്മള് ഇവരായിട്ടൊരു കോണ്ടാക്ട് ചെയ്യാനൊരു ഇത് തേടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് വെച്ചാല് തിരുവനന്തപുരം പോലീസ് കൺട്രോളിൽ വിളിച്ചു ഞാൻ ഇതൊരു കോണ്ടാക്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റാണ്? നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വന്നപ്പോഴാണ് കലക്ടറേറ്റിലെ നമ്പർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 നമ്പർ തന്നു. ഈ 2 നമ്പർ തന്ന സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ ആ 2 നമ്പറിലും ശരിയായ മറുപടിയല്ല എനിക്ക് തന്നത് കോഴിക്കോട്ടിൽ നിന്ന്. പിന്നെ ഞാൻ അപ്പോൾ ഒരു 10 നേരം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് വീണ്ടും ഇന്നെ തിരിച്ചു വിളിച്ചപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞ എന്താ മറുപടി കിട്ടി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞാൽ നമ്മൾ കർണാടകയിലെ എസ്.പിൻ്റെ കൺട്രോളിലെ നമ്പർ തരാമെന്ന് പറഞ്ഞു. എസ്.പിൻ്റെ കൺട്രോളിലെ നമ്പർ തന്നു. അവിടെ വിളിച്ചപ്പോൾ അവർ 2 കൂട്ടർ ഫോൺ എടുത്തു. പക്ഷെ എന്താ വെച്ചാൽ അവർക്ക് നമുക്ക് വാശ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പം ഞാൻ അവിടെ അത് ഉപേക്ഷിച്ചു. അവിടെ കർണാടകത്തെ ബന്ധപ്പോൾ അവിടെ നിർത്തിയാൻ. പിന്നെ ഞാൻ അടുത്ത ഘട്ടം ഞാൻ പഠിക്കണം എന്താ വെച്ചാൽ ഈ MLA-മാരൊക്കെ ഇതിൽ ബന്ധപ്പെട്ടാണല്ലോ. അപ്പൊ ഞാൻ മഞ്ചേശ്വരം MLA-നെ പിടിക്കാനാണ് പിന്നെ ഞാൻ എൻ്റെ അടുത്ത സ്റ്റെപ്പ്. അയാൾക്ക് കോണ്ടാക്ട് നമ്പർ ചോദിച്ചു ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ വിളിക്കണേ. വിളിച്ച സമയത്ത് അവിടുത്തെ ഏത് പോലീസാന്ന് എനിക്കറിയില്ല. അറ്റൻഡ് ചെയ്ത പോലീസുകാരൻ പറഞ്ഞത് സാറെ നമ്പർ കിട്ടാൻ പ്രയാസമാണ്, ഇവിടെ അറിയില്ല എന്ന് പറഞ്ഞു. അറിയില്ല. അത് അതിന്റെ സമയം നോക്കിയാൽ ഏത് പോലീസാണ് അറ്റൻഡ് ചെയ്യുന്നത് അവരാണ് പരിശോധിക്കുന്നത്. അത് അറിയില്ല എന്ന് പറഞ്ഞതോടുകൂടി നമ്മൾ പിന്നെ അതിന്റെ പുറകിൽ പോക്ക് നിർത്തി. പിന്നെ നമ്മൾ അർജുന്റെ വീട് കണ്ടെത്തുക എന്നുള്ള ലെവലിലാണ് ഞാൻ പോയത്. അപ്പൊ നമ്മള് കുറെ ഈ അർജുന്റെ നാട് മൊത്തം പരിസരം മൊത്തം ഞാൻ എന്റെ പാപ്പന്റെ കൂടെ വർക്കിന് പോയിക്കാണ്ട് പരിചയമുള്ളതാണ്. ഈ കക്കോടി, കാക്കൂര്, നന്മണ്ട, ഈ മറ്റേ കണ്ണാടിക്കല്, നന്മണ്ട, നരിക്കിന് ആ വാങ്ങും ഫുള്ള് എനിക്കറിയാം. അവിടെ നമ്മളൊരു കൂട്ടുകാർ ഡ്രൈവറായിട്ടാണ് ഞാൻ മുഴുവന് ഒരു ടാക്സി ഡ്രൈവർ എന്നിട്ട് ബന്ധപ്പെട്ടു. അയാളാണ് എനിക്ക് സ്ഥലത്തിന്റെ സ്പോട്ട് കറക്റ്റ് തരാം. അർജുന്റെ വീട്ടിൽ. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഞാൻ ബസ്സിന് കയറി പിടിച്ച് തേടി തപ്പിയാണ് ആ വീട്ടിൽ എത്തുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഇവരെ കോണ്ടാക്ട് നമ്പർ ഞാൻ. അതായത് ഒരു സംവിധാനത്തിൽ നിങ്ങൾ ഇത്തരം സഹായം ചെയ്യാമെന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോലും മറ്റുള്ള സംവിധാനങ്ങൾ ശരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. കേരളത്തിലെ ഒരു സംഭവം ഈ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ശരിക്കും ഉദ്യോഗസ്ഥരെ ശരിക്കും എന്ത് ചെയ്യണം, ഇത്തരം എമർജൻസി കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന രീതിയിലേക്ക് ഒന്ന് ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളതാണ്. മഞ്ചേശ്വരം MLA-നെ നിങ്ങൾ വിളിച്ചപ്പോ MLA-നെ വിളിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷൻ ബന്ധപ്പെട്ടപ്പോ അറിയില്ല എന്ന് പറയുന്നത് നമ്പർ അറിയില്ല, കിട്ടാൻ ബുദ്ധിമുട്ടാണ് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ സാധനം ഉപേക്ഷിച്ചില്ലേ? മഞ്ചേശ്വരം MLA AKM അഷ്റഫ് എന്റെ സുഹൃത്താണ്. നമ്മൾ അവരായിട്ട് സംസാരിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അൽബാബു ആണ്, വാർത്ത വായിക്കുന്നേ. നമ്മുടെ അർജുന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ക്രെയിന്, അതായത് 50 ലക്ഷം രൂപ, അല്ല 1 കോടി രൂപയാണ് കർണാടക സർക്കാർ അവകാശപ്പെടുന്നത്, അല്ല ആവശ്യപ്പെടുന്നത്. 1 കോടി രൂപയാണ് കർണാടക സർക്കാർ ആവശ്യപ്പെടുന്നത് അർജുന്റെ തിരിച്ചെടുക്കാൻ വേണ്ടി ക്രെയിനിന്റെ ചാർജ് ആവശ്യപ്പെടുന്നത്. ആ ക്രെയിന് നമ്മളുടെ മലപ്പുറം ജില്ലയിലെ വേങ്ങര സ്വദേശിയായ ഉമ്മർക്ക അത് ഫ്രീ ആയിട്ട് കൊടുക്കാം, എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അഷ്റഫ്ഷനെ ബന്ധപ്പെടാൻ വേണ്ടി മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച സമയത്ത് അവിടുത്തെ പോലീസുകാർ പറഞ്ഞത് മഞ്ചേശ്വരം MLA-നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, നമ്പർ ഞങ്ങളുടെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടാണ്. അങ്ങനെയാണ് അഷ്റഫ്ഷനെ ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ശരിക്കും അദ്ദേഹം ഉപേക്ഷിച്ചത്. ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലൊന്ന് കൊടുക്കാം ശരിക്കും. നമ്മളെ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ മടങ്ങി. കുറെ തുടക്കത്തില് നമ്മള് തിരുവനന്തപുരം കൺട്രോളിൽ വിളിച്ചു, കർണാടകയിൽ വിളിച്ച്, പിന്നെ ലാസ്റ്റ് ഒരു പിടുത്തം കിട്ടാതായപ്പോഴാണ് ഞാൻ മഞ്ചേശ്വരം സ്റ്റേഷനിൽ വിളിച്ചത്. സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ നിങ്ങളെ ഫോൺ നമ്പർ അവർക്ക് തിരിയില്ല, കിട്ടാൻ പ്രയാസമാണെന്നാ മഞ്ചേശ്വരം സ്റ്റേഷൻ എന്ന് പറഞ്ഞത്. അപ്പോ അഷ്റഫ് ഷാ, നിങ്ങൾ സ്ഥലം MLA ആയ അഷ്റഫ് ഷാ സ്ഥലം MLA ആണ് നിങ്ങൾ. അതെ. അപ്പോ സ്ഥലം MLA-യുടെ നമ്പർ ശരിക്കും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാത്ത എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യത കുറവാണ് എന്നുള്ള, ഞങ്ങൾ അറിയില്ല എന്നുള്ളൊരു ഭാവം വെക്കുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായും ഞാനിപ്പോ ഈ ഷിരൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആ ഡ്രഡ്ജിങ് മിഷന്റെ ഇന്ന് രാവിലെയും കോഴിക്കോട് MP-യുമായി സംസാരിച്ചു, ഇന്നലെ കർണാടക ഡെപ്യൂട്ടി CM-മായി സംസാരിച്ച് ബുധനാഴ്ച വൈകുന്നേരം
അർജുന്റെ ഫാമിലിയും കോഴിക്കോട് MP-യും ഞാനും കാർവാർ MLA-യും കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായി ബാംഗ്ലൂർ ഈ ഡ്രഡ്ജിംഗ് മിഷന്റെ അവസാനഘട്ട ഒരു ചർച്ച നടത്തുന്നത് നിശ്ചയിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നിങ്ങളുടെ കോള് വരുന്നത്. പിന്നെ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് എല്ലാവരും ആശ്രയിക്കുന്ന ഒരു സ്ഥലം. അവിടെ അവര് MLA-യുടെ നമ്പർ ഇല്ല, MLA-യുടെ നമ്പർ തരാൻ പറ്റില്ല എന്ന് പറയുന്നുവെങ്കിൽ ആ ഒറ്റ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല അഷ്റഫ് ഷാ, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. അതായത് MLA-യുടെ നമ്പർ കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾ അതിന് റിസ്ക് എടുക്കുന്നില്ല. പക്ഷേ പ്രത്യേകിച്ച് ഉമ്മർക്ക പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ട്രെഡ്ജർ ഉണ്ട്, ഈ ട്രെഡ്ജർ ശരിക്കും അർജുൻ്റെ സഹായത്തിന് വേണ്ടി ഏൽപ്പിക്കാൻ. ഇതൊരു എമർജൻസി വിഷയമാണ്. എനിക്ക് തോന്നുന്നു അഷ്റഫ് ഷാ ശരിക്കും ആ സംഭവ സ്ഥലത്തേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ അഷ്റഫ് ഷാ സജീവമായി കാസർഗോഡിൻ്റെ അല്ലെങ്കിൽ മഞ്ചേശ്വരത്തിൻ്റെ പ്രതിനിധി എന്നുള്ള ലെവലിലേക്ക് സജീവമായി അവിടെ പങ്കെടുത്ത എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ഞാൻ പറയുന്നത് ഇത്തരം ഒരു എമർജൻസി വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ MLA-യുടെ നമ്പർ അറിയില്ല എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ സംഭവമല്ലേ? സത്യത്തിന് ഞാനത് ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ ഇപ്പൊ തന്നെ പിന്നെ SP-യുടെ ശ്രദ്ധയിൽ പെടുത്തും. ഒരു മഞ്ചേശ്വരം എന്നല്ല, ഏതൊരാളും ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ഒരു സ്റ്റേഷനിൽ വിളിച്ചിട്ട് ആ MLA-യുടെ നമ്പർ ആ സ്റ്റേഷനിൽ അവർക്ക് അറിയില്ല എന്ന് വെച്ചാൽ ആ സ്റ്റേഷന്റെ പ്രവർത്തനം എന്തെന്നറിയുന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ആ ഒരു പ്രതികരണം. പിന്നെ ഇവര് വേറെ ഒരു നമ്പർ ചോദിച്ചെങ്കിൽ പോലും കൊടുക്കാൻ കഴിയാത്ത താങ്കളോട് വേറെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരം രീതിയിലേക്കാണ് അവിടെ പെരുമാറുന്നത്. താങ്കളുടെ നമ്പർ പോലും അറിയില്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് അവിടുത്തെ സാധാരണ ആളുകൾക്ക് എങ്ങനെയാണ് നീതി കിട്ടുക? തീർച്ചയായും ഞാനത് എന്തായാലും വളരെ ഗൗരവത്തിലെടുക്കുകയാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എൻ്റെ നമ്പർ ഇങ്ങനെ ചോദിച്ച് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ നിരുത്തരവാദപരമായിട്ട് ആരാണ് പെരുമാറിയത് അത് തീർച്ചയായും രേഖാമൂലം ഞാൻ സ്പീക്കർക്കും SP-ക്കും ഞാൻ DGP-ക്കും പരാതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഉപമാന്യനായ ഉമർക്ക തീർച്ചയായും ആ രീതിയിലൊരു ഡ്രഡ്ജിംഗ് മിഷന്റെ കാര്യത്തിൽ ഇടപെടുന്നുവെങ്കിൽ ഞാൻ കാർവാർ MLA-യുമായും കോഴിക്കോട് MP-യുമായും സംസാരിച്ച് നമുക്ക് തീർച്ചയായും ഒരു സിറ്റിംഗ് ഉണ്ടാക്കി അതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തീർച്ചയായും നമ്മൾ എല്ലാ രീതിയിലും റെഡിയാണെന്ന് വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. തീർച്ചയായും എനിക്കും തിരിച്ചു പറയാനുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മളുടെ അർജുനെ തിരിച്ചെടുക്കണം. അവരുടെ കുടുംബം കാത്തിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു ലോറി ഡ്രൈവർക്കും അല്ലെങ്കിൽ ഒരു ഡ്രൈവർമാർക്കും അന്യ സംസ്ഥാനത്ത് പോയി ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാവരുത്. കാര്യം എല്ലാത്തിനും സജ്ജീകരണങ്ങൾ ഒരുക്കി നമ്മൾ കാത്തിരിക്കുമ്പോഴും നമ്മളുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് എല്ലാത്തിനും ആളുകളുണ്ട് സഹായിക്കാൻ. അതായത് 10 പൈസ പ്രതിഫലം വാങ്ങാതെ സഹായിക്കാൻ ആളുകളുണ്ട്. ഈ ഉമ്മർക്ക 1 കോടി രൂപ വാടക പറഞ്ഞ ട്രെഡ്ജർ ഞാൻ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞ ആളുകളുള്ള കേരളമാണ് നമ്മൾ. അപ്പോൾ തീർച്ചയായും താങ്കൾ 100% അതിൽ ഇടപെടും. താങ്കൾക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിലും മഞ്ചേശ്വരം MLA അഷ്റഫ് എന്നുള്ള AKM അഷ്റഫ് എന്നുള്ള ഒരു വ്യക്തി ആ വ്യക്തി ചെയ്യുന്നതിൽ മാക്സിമം പരമാവധി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിനപ്പുറത്തേക്ക് രാഘവേട്ടനോടും മറ്റുള്ള എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. റിയാസ് അടക്കമുള്ള എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് അർജുനെ ഈ ട്രെഡ്ജർ ശരിക്കും ഇവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ആ 1 കോടി രൂപ നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അഷ്റഫ് ഷാന്റെ ഭാഗത്ത് നിന്ന് എന്താ നല്ലൊരു തീരുമാനങ്ങൾ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. അപ്പോൾ അഷ്റഫ് ഷാനായിട്ട് നമ്മൾ സംസാരിച്ചത് തീർച്ചയായും ഇത്തരം ഒരു സംഭവം ശരിക്കും അദ്ദേഹം ചൂണ്ടിക്കാണിക്കാന്ന് പറഞ്ഞേക്കണേ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്താണ് ആ സംവിധാനത്തോട് പറയാനുള്ളത്? നിങ്ങൾ അവിടെ ശരിക്കും ഇത് പറയേണ്ടതുണ്ട്. ഇതാണ് വീഡിയോ നമ്മൾ ചെയ്യാൻ കാരണം. ഒരാള് ഒരു സാധനം ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറയാം. ആ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ സംഭവം അത് എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയും. അത് സർക്കാർ സംവിധാനങ്ങളുടെ മേലെ പറഞ്ഞിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. സർക്കാർ സഹായിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് പൊതുജനങ്ങളൊക്കെ പോകുന്നത്. സർക്കാരിനെ സഹായിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് പൊതുജനങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ ശരിക്കും ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ശരിക്കും ആ ഒരു മഞ്ചേശ്വരം MLA-യുടെ നമ്പർ തരുവാണെങ്കിൽ, മഞ്ചേശ്വരം MLA ഇപ്പൊ നമ്മളോട് സംസാരിച്ചത് ഞങ്ങളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴാണ് നിങ്ങളെ കോൾ വന്നതെന്നുള്ളതാണ്. തീർച്ചയായും മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഇത് കേട്ടിട്ടുണ്ടാവും, എന്തായാലും കേൾക്കണം എന്നുള്ളതാണ് കാര്യം. സാധാരണ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ആ സാധാരണ ജനങ്ങളെ സഹായിക്കുന്ന രീതിയിൽ തന്നെ പോകണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അല്ലെ? അപ്പൊ എന്തായാലും ഈ ഒരു പരാതി നമ്മൾ അറിയിച്ചതാണ്. അതിനപ്പുറത്തേക്ക് അഷ്റഫ് ഷാനെ വിളിച്ചു. വലിയ രീതിയിലേക്ക് അർജുനെ തിരിച്ചു കൊണ്ടുവരാനുള്ള കണ്ടീഷനിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇന്നുകൂടെ ചർച്ച നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് വലിയ സന്തോഷം. നന്ദി, നമസ്കാരം.